ഹലോ എവരി വൺ. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറാണ്. ഏതൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തിരുന്നു, ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ള ഒന്നാണ് ഹെൽത്ത് റിസ്ക്. അതാണ് നമ്മളെയൊക്കെ പേഴ്സണലി എല്ലാവരെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളേക്ക് അവർക്ക് എന്താ വെച്ചാൽ ഒരുപാട് സമയം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതും ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, അത്രയും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് പറയാനുള്ളത് ഐ സ്ട്രെയിനാണ്. അതായത് സ്ക്രീനിലേക്ക് ഒരുപാട് ടൈം നോക്കുന്നതിനനുസരിച്ച് കണ്ണിന് എന്ത് ചെയ്യും, കൂടുതൽ സ്ട്രെയിന് വരും, ഡ്രൈ ഐസ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഒന്ന് കണ്ണിനുള്ള പ്രശ്നമാണ്. പിന്നെ ഒന്ന് ബാക്ക് പെയിനാണ്. ഒരുപാട് ടൈം ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ തലയൊക്കെ കുനിച്ച് എന്ത് ചെയ്യും, ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ കളിക്കുന്നതിലൂടെ നെക്ക് പെയിനും ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് ഹെഡ് ഏക്കാണ്. അതായത് കമ്പ്യൂട്ടർ ഒരുപാട് യൂസ് ചെയ്യുന്നതിലൂടെ തലവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ലേറ്റ് നൈറ്റൊക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് കാണാവുന്നതാണ് രാത്രി ഉറങ്ങാൻ കഴിയാത്ത പ്രശ്നം. രാവിലെ ചിലപ്പോൾ എണീക്കാൻ കഴിയും, ചില ദിവസം എണീക്കാൻ കഴിയില്ല, ചില ദിവസം കംപ്ലീറ്റ്ലി മൂടിയായിരിക്കും. അങ്ങനെ ഒരുപാട് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒന്നാണ് ഫാറ്റീഗ്. ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത ക്ഷീണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കുറേ നേരം കളിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. അതായത് എന്തിനാണ് ക്ഷീണം, എന്തുകൊണ്ട് ക്ഷീണം എന്നല്ല, പക്ഷേ തീരെ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ ഇത്രയാണ് ഹെൽത്ത് റിസ്കുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ ഹെൽത്ത് റിസ്ക് പറഞ്ഞു? ഒന്ന് ഐ സ്ട്രെയിൻ ഉണ്ട്, പിന്നെ ബാക്ക് പെയിൻ ഉണ്ട്, പിന്നെ ഹെഡ് ഏക്ക് ഉണ്ട്, പിന്നെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, ഫാറ്റീഗ്. ഇനി പ്രൈവസി റിസ്കുകൾ ഒരുപാട് കമ്പ്യൂട്ടർ കൊണ്ടും ഇൻ്റർനെറ്റ് കൊണ്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ പ്രൈവസി റിസ്കുകളുള്ളത്? ഒന്ന് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. അതായത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വേറൊരാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റീൽ ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഡാറ്റ ബ്രീച്ചസ് ആണ്. അതായത് സെൻസിറ്റീവ് ഇൻഫോർമേഷനൊക്കെ യൂസ് ചെയ്തിട്ട് മിസ്യൂസ് ചെയ്യാം. അതിനെയാണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയാം. അപ്പോൾ രണ്ടെണ്ണമാണ് പ്രൈവസി റിസ്കുകൾ വരുന്നത്. ഒന്ന് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. ഒരാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നതിനെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ സോഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പ്രൈവസി, എല്ലാ ആളുകളുടെ പ്രൈവസിയിലേക്കുള്ള ലംഘനമാണ് ഈ പറയപ്പെടുന്ന ഐഡൻറ്റിറ്റി തെഫ്റ്റും ഡാറ്റ ബ്രീച്ചസും. പിന്നെ വരുന്നത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റാണ്. എങ്ങനെയാണ് എൻവിറോൺമെൻ്റലി കമ്പ്യൂട്ടർ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഒന്ന് റിസോഴ്സ് ഡിപ്ലീഷനാണ്. അതായത് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് റിസോഴ്സസ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് വേണം. അപ്പോൾ അത്രയും റിസോഴ്സസുകൾ കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് റിസോഴ്സ് ഡിപ്ലീഷനാണ്. അതായത് നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ അപര്യാപ്തത ഒരു പ്രശ്നമാണ്. പിന്നെ എനർജി ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ്. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് ഒരുപാട് എനർജി, എല്ലാ ടൈപ്പിലുള്ള എനർജി, ഇപ്പോൾ ഇലക്ട്രിക്കലായിക്കോട്ടെ മെക്കാനിക്കലായിക്കോട്ടെ എല്ലാ ടൈപ്പിലുള്ള എനർജി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് റിസോഴ്സ് ഡിപ്ലീഷനാണ്. അതായത് റിസോഴ്സസിൻ്റെ അപര്യാപ്തത എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എനർജി ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ്, അതായത് എനർജി ഒരുപാട് തീവ്രമായിട്ട് യൂസ് ചെയ്യേണ്ട മാനുഫാക്ചറിങ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഹസാർഡ്സ് മെറ്റീരിയൽസ് ആണ്. കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, ഒരുപാട് വിഷവാതകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പ്ലാസ്റ്റിക്കിൻ്റെ കേസായാലും ശരി, എന്തിന് നമ്മൾ റോഡിലൂടെ ഓടുന്ന വണ്ടികളെടുത്ത് നോക്കുകയാണെങ്കിൽ വരെ മൊത്തം എയർ പൊല്യൂഷനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചറിങ്ങും നെഗറ്റീവായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡക്ഷൻ ടൈമത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസുകളുണ്ട്. നമ്മുടെ സോയിലിനെയും വാട്ടറിനെയൊക്കെ അത് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയിരിക്കും നമ്മൾ പറഞ്ഞ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഒന്ന് റിസോഴ്സിൻ്റെ അപര്യാപ്തത, റിസോഴ്സ് ഡിപ്ലീഷൻ.
പിന്നെ ഒന്ന് എനർജി ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ്, പിന്നെ ഒന്ന് ഹസാർഡ്സ് മെറ്റീരിയൽസ്, അതായത് അത് ഉണ്ടാക്കുന്ന ടൈമിലുള്ള വിഷവാതകങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനകത്ത് ഒരുപാട് നമ്മളൊരു കമ്പ്യൂട്ടർ വേണ്ട വെച്ചാൽ ഒഴിവാക്കൂലേ, ഒഴിവാക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ സോയിലിനെയും വാട്ടറിനെയും എയറിനെയും ഒക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഡൗൺ സൈഡ്സ്. അത് വലിയൊരു പ്രശ്നമാണ്. അതായത് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ വരവോടുകൂടി ആളുകൾ തമ്മിലുള്ള ആക്സസ് ലെവൽസ് ഒരുപാട് കുറഞ്ഞു പോയി. അതായത് ബന്ധങ്ങളായാലും ശരി, ഏത് റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്, ഡിവൈഡ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറയാൻ തുടങ്ങി. അതിന് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ് പറയുക. പിന്നെ ആളുകൾ കൂടുതൽ ഐസൊലേറ്റഡ് ആയിട്ട് മാറി. അതായത് എല്ലാ രീതിയിലും നമ്മളെല്ലാവരും ഒന്ന് ഡിസ്കണക്റ്റഡ് ആയി പോവുക. അതേപോലെ തന്നെ ഫീലിങ്സ് നമുക്ക് കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിക്കഴിഞ്ഞു. പണ്ട് കാലത്തുള്ള പോലത്തെ ആ ഒരു രീതിയല്ലല്ലോ ഇപ്പോൾ സൊസൈറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ളത്. എല്ലാവരും കംപ്ലീറ്റ്ലി സ്വന്തം കാര്യം എന്നുള്ള ലെവലിലേക്ക് പോകാൻ വലിയൊരു റീസണാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ. പിന്നെ സൈബർ ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരം കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ബാക്കിയുള്ളവരെ എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക, ഉപദ്രവിക്കാൻ പറ്റും, ബുള്ളി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് സ്പാം എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടേഴ്സിന് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അത് മീൻ ചെയ്യുന്നത് മെയിനായിട്ട് സോഷ്യൽ മീഡിയ ആണ്. നമുക്ക് ആര് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇൻസൾട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ഷെയ്മിങ്ങും നമ്മൾ അലൗഡ് അല്ലാത്ത കാലമാണ്. എങ്കിലും പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ, നമുക്കൊരാളെ കൊല്ലണമെങ്കിൽ വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ യൂസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കാലമാണിത്. പിന്നെ വരുന്നത് സ്പാമാണ്. സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ എന്താ പറയുക, അവർക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇമെയിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകും വെറുതെ എന്തൊക്കെ മെസ്സേജ്. അത് തുറക്കുമ്പോൾ അതിനൊരു മീനിങ്ങൊന്നും ഉണ്ടാവില്ല. അവരവരുടെ പേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നത്. ചിലത് നമ്മുടെ ഡാറ്റ അവർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാകും. ചിലതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴൊക്കെ ഓരോ ഇത് വരാറില്ലേ, പല പേരും പറഞ്ഞ് നമുക്ക് പല കോളുകളും വരും. അതൊക്കെ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലൂടെയാണ്, അതായത് മൊബൈൽ ഫോണിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യാൻ പാടില്ല, വീണ് പോയിട്ട് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചെയ്ത് ലക്ഷങ്ങൾ തട്ടുന്ന കേസുകളൊക്കെ ഉണ്ട്. പിന്നെ വൈറസസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെയും മൊബൈൽ ഫോണിനെയൊക്കെ ഡെഡാക്കാൻ മാത്രം പവറുള്ള വൈറസുകൾ, മാൽവെയേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഒരു പ്രോഗ്രാംസാണ്. അത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാൽവെയർ എന്നാണ് വൈറസ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം ഏതെങ്കിലും ഗെയിമോ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്തുകയും സിസ്റ്റം ഡാമേജ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ആദ്യം പറയുന്നത് ഹെൽത്ത് റിസ്കുകളാണ്. ഐ സ്ട്രെയിൻ, ബാക്ക് പെയിൻ, ഹെഡ് ഏക്ക്, സ്ലീപ്പിംഗ് ഡിസോർഡർ, ഫാറ്റിഗ്. പിന്നെ പ്രൈവസി റിസ്ക് ആണ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഡാറ്റ ബ്രീച്ചസ്. പിന്നെ വരുന്നത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്, റിസോഴ്സ് ഡിപ്ലീഷൻ, എനർജി ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ്. പിന്നെ വരുന്നത് ഹസാർഡ് മെറ്റീരിയൽസ് ആണ്. പിന്നെ വേസ്റ്റ് ആണ്. പിന്നെ സോഷ്യൽ ഡൗൺ സൈഡ്സ്, ഡിജിറ്റൽ ഡിവൈഡ്, ഐസൊലേഷൻ, പിന്നെ സൈബർ ബുള്ളിങ്, സ്പാം, വൈറസ്. ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.